അത് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ബിസിനസ് അവസരം അറിയായിട്ടല്ല, പക്ഷെ ഞാനൊരു കമ്പനീന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം നമുക്ക് പ്രയാസം അനുഭവിച്ച സമയത്ത് ഒരു മേഖലയിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ പറ്റാത്തതിന്റെ പേരിൽ തന്നെ വർഷങ്ങൾ കുറെ എനിക്ക് നഷ്ടമായി. പക്ഷെ അനിൽ സാർ പോലുള്ളവരൊക്കെ അത് ഏറ്റെടുത്തുന്നത് വലിയ രീതിയിലേക്ക് റാങ്കുകളിൽ എത്തിച്ചേർന്ന് ഏകദേശം ഒരു 2-3 വർഷത്തോളമായിട്ടുള്ളൂ ഈ ബിസിനസ് നല്ല രീതിയിലേക്ക് ഇന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷക്കാലമായിട്ടുള്ളൂ. അപ്പൊ ഈ അവസരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ശരിക്ക് നേരത്തെയുള്ള ഈ ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് എതിർപ്പുണ്ടായിരുന്നത്. അതാണ് ഇത്രയും വളരെ ലേറ്റ് ആകാൻ കാരണം. ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ ആക്റ്റീവായിട്ട് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ വിമുഖത അല്ലെ പ്രയാസം ഉണ്ടായത് വീട്ടിൽ തന്നെയായിരുന്നു. കാരണം വൈഫ് നേരത്തെയുള്ള ഈ ഒരു പ്രയാസത്തിന്റെ പേരിൽ ഇനി അത് തുടരുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളതിലേക്ക് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ ലേറ്റ് ആയി പോയത്. പക്ഷെ ഈ അനിൽ സാറും മറ്റുള്ള ടീമും മറ്റുള്ള ലീഡേഴ്സും പറയും പോലെ ട്രെയിനിങ്ങുകളാണ് നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വൈഫിനെ അടക്കമുള്ള ആൾക്കാരെ, നമ്മളെ മകനെ അടക്കം ഈ ട്രെയിനിങ്ങിൽ എത്തിച്ച സമയത്താണ് ഇതിന്റെ സാധ്യതകളും ഇനി വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള തിരിച്ചറിവും എന്റെ വൈഫിനടക്കം ഉണ്ടായത്. അപ്പോ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവളടക്കം ആക്റ്റീവായിട്ട് ഇറങ്ങുകയും ഇപ്പം നിലവിൽ വേറൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറം സൈഡായി ചെയ്ത് സ്വന്തം ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് എന്നെ അന്ന് എതിർത്ത വ്യക്തി ഇന്ന് DTC ലീഡറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും നമ്മളെ തള്ളിപ്പറഞ്ഞവർ മുഴുവൻ വീണ്ടും നമ്മളെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കായി മാറുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിങ്. അപ്പോ അങ്ങനെ അവരെ ആ ഒരു പിന്തുണ വന്നതോടുകൂടി തന്നെ നല്ല രീതിയിലേക്ക് തന്നെ ടീം ഉണ്ടാക്കി വർക്ക് ചെയ്യാണ്. പിന്നെ പൊതുവേ നമുക്കൊരു അഭിപ്രായമുണ്ട്, നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരണം ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിനകത്ത് ശരിക്ക് നമ്മളെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരായിട്ടുള്ള ആൾക്കാരിൽ എടുത്തുനിന്നാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ശരി, സത്യത്തില് എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ ഫാമിലി അംഗമാണ്. 9 അംഗ കുടുംബമുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനമാണെങ്കിൽ പുറത്ത് എവിടെയും കച്ചവടം ചെയ്യേണ്ട നമ്മളെ എന്റെ സ്വന്തം വീട്ടുകാർ മാത്രം സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളെ വരും കച്ചവടം ഓരോരോ മാസവും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ദൈവാധീനം കൊണ്ട് എന്ന് പറയാം, എന്റെ കുടുംബത്തിലുള്ള ഒരാൾ പോലും സത്യത്തിൽ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോ എങ്കിലും അവരെല്ലാവരും നമ്മളെ നമ്മളോട് യോജിക്കാതെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മളെ സാധനം വാങ്ങിച്ചിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് മനസ്സിലാക്കി കടന്നു വന്ന മറ്റ് വ്യക്തികളിലൂടെ ഇന്ന് ഏകദേശം 68 ലക്ഷത്തോളം ബിസിനസ് എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവരൊന്നും ഈ ഒരു ഇൻഡസ്ട്രിയെ മനസ്സിലാക്കാത്ത കാലത്തോളം നമുക്ക് അവരെ കയ്യിൽ നിന്നും സെയിൽസ് വരുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കരുത്. എല്ലാവരും ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മളെ അളിയന്റെ അളിയൻ ആ രീതിയിലേക്കൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏട്ടൻ അനിയൻ ആ രീതിയിലേക്കൊക്കെ വിചാരിച്ചിട്ടാണെങ്കിലും വരുങ്ങൾ ഇവരൊക്കെ തന്നെ ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല ആദ്യഘട്ടത്തിൽ. പക്ഷെ ഇവരൊക്കെ വരും. അപ്പം നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് അവര് മാറി മാറി വന്ന് നമ്മളോട് സഹകരിക്കുന്ന രീതിയിലേക്കും സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലേക്കും ഇപ്പോ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് പ്രതീക്ഷകൾ നമ്മളെ വേണ്ടപ്പെട്ടവരിലാണെങ്കിൽ അത് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഈ ബിസിനസ്സിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും സാധാരണ ഇതിൽ ഏതിലായാലും നമ്മൾ എല്ലാവരും തന്നെ അധ്വാനിക്കുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുമാനത്തിനേക്കാൾ ഉപരി വലിയ രീതിയിലേക്കുള്ള സൗഹൃദങ്ങൾ നമുക്ക് എത്തിത്തരും. അതായത് ഞാൻ ഇന്നിപ്പോ തന്നെ പറഞ്ഞു, ഇന്നലെ ആ ജയേഷ് സാറെ കണ്ട സമയത്ത് എനിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നോ പറഞ്ഞില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആ സൗഹൃദത്തിന്റെ വിലയാണ്. മറ്റു മേഖലയിൽ ഈ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് നമുക്ക് എന്ത് തന്നെ പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള മേഖലയിൽ അത് കഴിയില്ല. ഏതൊരു ബിസിനസ്സുകാരനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാരാന്നുള്ള ഇതിലേക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഇതിനകത്ത് അതല്ല. വല്ലാത്ത രീതിയിലേക്കുള്ള ഒരു അടുപ്പാണ്. ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാലും നമ്മളെ അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും. അപ്പൊ അത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യമാണ്. ഇനി ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചതാണ്, എന്റെ റിലേറ്റീവ്സോ ആരും പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും എനിക്ക് ഇന്ന് മംഗലാപുരം തമിഴ്നാടും പല സ്റ്റേറ്റുകളിലായിട്ട് നല്ല ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. കുടുംബക്കാർ വന്നോ സുഹൃത്തുക്കൾ വന്നോ എന്നുള്ളതല്ല, നമ്മൾ അത്രത്തോളം ഇതിനെ ആത്മാർത്ഥമായിട്ട്
മനസ്സിലാക്കി ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ളതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ട്രെയിനിങ് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ടീമിൽ വേണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എങ്കിലും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത് നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു 3 ആണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഏറ്റവും പിന്നെ അഫെക്ഷൻ എന്ന് പറയും. ഒന്നാമത്തെ ഇത് വെച്ചാൽ ആകർഷകത്വം. നമ്മൾ ആകർഷകം ഉണ്ടാകണം. കാരണം നമ്മൾ ഓരോ റാങ്ക്, നമ്മളിപ്പോ ഈ ബിസിനസ്സിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇതിനകത്ത് നമ്മളെ ടീം AIG ഉണ്ടാക്കിയ കുറച്ച് ചെറിയ ഗ്രൂപ്പുകളും അതുകൂടാതെ കമ്പനീന്റെ റാങ്കുകളും ഉള്ളത്. അപ്പൊ ആദ്യമായി തുടക്കത്തിൽ തന്നെ വന്ന ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റിലത്തെ റാങ്ക് ആണ് ബ്രോൺസ് റാങ്ക്. അപ്പോൾ ആ ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്ത ആളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോഴും ഒരു അഫെക്ഷൻ വേണമെന്ന് പറയുന്നത്, നമ്മളത് ഈ റാങ്ക് കഴിഞ്ഞ് തൊട്ടടുത്ത സിൽവർ റാങ്കിലേക്ക് എത്രത്തോളം പിന്നെ ബിസിനസ് ബോഡിയും കയറ്റണം. അപ്പോൾ ആ റാങ്കിലെ ഈ ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അടുത്ത റാങ്ക് ആയ സിൽവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എത്ര പിന്നെ നമുക്ക് ബിസിനസ് വോളിയം കയറ്റണം എന്നുള്ളതിന്റെ ആ വ്യത്യാസം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. അവർക്ക് ആ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും നമ്മളെ മേലുള്ള റാങ്കിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു അഫെക്ഷൻ, അതായത് അതിലേക്ക് എത്തിപ്പെടാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു റാങ്ക് എത്തുമ്പോൾ ഞാൻ അത് റാങ്ക് എത്തി എന്നുള്ള രീതിയിലേക്ക് അത് നിൽക്കാതെ തൊട്ടടുത്ത റാങ്കിലേക്കുള്ള എത്തിയ ആളുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ എപ്പോഴും മനസ്സിലാക്കി അതിനകത്തേക്കുള്ള ഒരു എത്താനുള്ള ഒരു ആകർഷണം, എപ്പോഴും അതിലേക്കുള്ള ഒരു ആകർഷണം നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വയം നമ്മൾ അപ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് നമ്മൾ അതിൽ നിന്ന് സമ്മതം എടുക്കണം. മനസ്സുകൊണ്ട് എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു തോന്നൽ. അതായത് ബ്രോൺസ് റാങ്ക് ചിലപ്പോൾ നമ്മളെ സിംഗിൾ പർച്ചേസ് കൊണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റാങ്കിലേക്ക് നമ്മൾ ടീം ഡെവലപ്പ് ആക്കി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്തിട്ടോ ഉള്ളൂ നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ അടുത്ത് തന്നെ എത്തുന്നുള്ള ആ ഒരു അപ്രൂവൽ നമ്മളെ മനസ്സിനോട് തന്നെ നമ്മൾ വാങ്ങണം. മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്തിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാമിൽ എത്തുന്ന സമയത്ത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആവേശമൊക്കെ വരും. അദ്ദേഹത്തിനെ പോലെ ആണ് നമ്മൾ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കും പറ്റുന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞു വെച്ചാൽ അത് നമ്മളെ മനസ്സിനോട് കൊണ്ട് അത് സമ്മതം എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാനും പെട്ടെന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറയുള്ളൂ. അതിനുവേണ്ടി നമ്മളെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മളെ തിരുത്താൻ നമ്മളല്ലാതെ വേറെ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അച്ചീവ്മെന്റ് നേടുക എന്ന് പറഞ്ഞു വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ കമ്പനീന്റെ അച്ചീവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഇഷ്ടംമാതിരി 10-35 വർഷം പഴക്കമുള്ള എത്രയോ കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ കമ്പനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഏതൊക്കെ രീതിയിലേക്കുള്ള പ്രോഡക്റ്റുകൾ ഇറക്കണോ ആ ടിപ്സ് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു, ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റ് വിങ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മളത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതൊക്കെ സാഹചര്യങ്ങൾ വരുന്നോ ആ കാലഘട്ടം, നമ്മളെ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ചും മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിന്റെ മാറ്റത്തിനനുസരിച്ചും വേണ്ട പ്രോഡക്റ്റുകളെ കണ്ടെത്തി നമ്മളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വലിയൊരു കമ്പനിയാണ് നമ്മളെ ഈ എംബൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ ഏത് കമ്പനിയായിട്ട് ടൈപ്പ് ആവണോ ആ രീതിയിലേക്ക് എല്ലാം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് എംബൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഈ കാര്യങ്ങള് നമ്മളെ ടീമില് കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. അതായത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കിയത് നമ്മളെ ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. കാരണം ആ ടീമിന് കൃത്യമായ ദിശാബോധം ഉണ്ടായി കൊടുക്കണം. ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് ഈ കാര്യങ്ങളെ പറ്റി അറിയുന്ന നേരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു വെച്ചാൽ അറിയുന്നവര് വാരി പുണരുകയും അറിയാത്തവരെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിന് ഒരു വ്യക്തി ആയാലും ഒരു ടീമിലേക്ക് എത്ര വ്യക്തികൾ പുതുതായിട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അവരെ ഇതിൽ അതാത് സമയത്ത് അറിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 2025 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വസന്ത കാലഘട്ടം എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ വസന്ത കാലഘട്ടം എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇന്ന് ബിസിനസ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ഈ കിട്ടുന്ന ഈ
ഇന്നലെ പിന്നെ നേരത്തെ അനിൽ സാർ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനത്തെ ആ ട്രെയിനിങ്ങിലൂടെ ഒക്കെ കിട്ടുന്ന നമ്മളെ അറിവുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വളരെ നമ്മൾ ഔട്ടായി പോകുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിനകത്ത് വിജയിക്കാൻ സാധിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോ ഞാനിപ്പോ വീഡിയോ ഓൺ ആക്കിയതെന്ന് വെച്ചാൽ റേഞ്ചിന്റെ വളരെ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മളെ വോഡാഫോൺ കണക്ഷന് വളരെ പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് റേഞ്ച് കട്ടാവുമെന്ന് തോന്നുന്നു. ആ ഒരു എൻഡിങ്ങിൽ വന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത്. എന്തായാലും നമ്മൾ ഈ ബിസിനസ്സിൽ പിന്നെ വിജയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലാണ് ഉള്ളത്. അപ്പൊ അതില് നമ്മള് ശരിക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഇപ്പൊ സംസാരിക്കാനുള്ളതിലേക്ക് വന്നതാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ശാരീരികമായിട്ട് വളരെ പ്രയാസങ്ങൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് വരുന്നുണ്ട്. എങ്കിലും കുറച്ച് സമയം കൂടി ഞാൻ പറയാണ്. നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ കുറിച്ച് നമ്മൾ സ്വയം മോശമായി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മളെ പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ സൗന്ദര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ ഒക്കെ ആലോചിച്ചിട്ട് പല വ്യക്തികളും സംബന്ധിച്ച് സാധാരണത്തിൽ എനിക്ക് എന്നെ കൊണ്ട് ഇതാവില്ല അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല, അവർക്കൊക്കെ അത് സാധിക്കും, അവർ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ്, ആ രീതിയിലൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്നും മാറി നമ്മളെ കുറിച്ച് സ്വയം മോശമായി ചിന്തിക്കാത്ത രീതിയിലേക്ക് എന്ന് നമ്മൾ മാറുന്നോ അന്ന് മുതലാണ് നമുക്ക് പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വിജയം കൈവരിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ നമ്മളെ കുറിച്ച് സ്വയം മോശമായി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ നേരത്തെ അനിൽ സാർ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ മഹത്വം, ആ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ദിവസമോ 2 ദിവസമോ ആ ചാർജിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇന്നൊരു മൂടില്ല, എന്തായാലും ഇന്നൊരു രാവിലത്തെ മഴയാണ്, വെയിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞിട്ട് നമ്മൾ ഇന്നൊരു മൂടില്ല എന്ന് പറഞ്ഞ് നാളേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അത് പൊതുവെ ഈ എല്ലാ ടീമിലും കാണുന്നതാണ്. നിങ്ങളുടെ ടീമിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ ടീമിൽ പ്രത്യേകിച്ച് കാണുന്നതാണ്. നാളേക്ക് മാറ്റി വെക്കാനാണ്. അങ്ങനെയുള്ള ഈ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നുള്ള ആ ഒരു വാക്ക് തന്നെ നാളെ നാളെ നീളെ നീളെ എന്നുള്ള ഇതിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് ആ ഒരു ആശയം, അതായത് ഇന്ന് മൂടില്ല നാളെ ആവട്ടെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറിയേ മതിയാവും. ആ മാറ്റാണ്, അങ്ങനെ മാറാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസൂയയും കുശുമ്പും ഇല്ലാത്ത ആളായി മാറുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മളെപ്പുറം തന്നെ ബിസിനസ്സിൽ വന്ന് ചില സമയത്ത് നമ്മളെക്കാട്ടും മുന്നിൽ പോയ ആൾക്കാരുണ്ടാവും. ബിസിനസ്സിൽ അവരുടെ ടീമിന്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന ടീമിനനുസരിച്ചിട്ട് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നേറി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് യാതൊരുവിധ അസൂയയും കുശുമ്പും ഇല്ലാത്ത ആളായിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടീമിലേക്ക് വരും പല രീതിയിലേക്കുള്ള ആൾക്കാർ വരും. കാരണം ഒരു കഴിവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, അല്ലെങ്കിൽ കാണാൻ സൗന്ദര്യം ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആൾക്കാരൊക്കെ കടന്നു വന്നു കഴിഞ്ഞാലും ആരെ നമ്മൾ മുൻവിധിയോടുകൂടി അളക്കരുത്. അതായത് അവര് വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും കഴിയില്ല, അങ്ങനെയുള്ള ആ ഒരു മുൻവിധി ഈ ഇൻഡസ്ട്രിയിൽ യാതൊരു വിധത്തിലും പാടില്ലാത്തതാണ്. കാരണം ഒരു സംസാരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയെയാണ് നമ്മളെ അവസരം കേൾപ്പിച്ചതെന്ന് വെച്ചാൽ അവരിലൂടെ ആയിരിക്കും വളരെ നല്ല രീതിയിലേക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ എത്തിപ്പെടുന്നത്. അപ്പൊ ഒരാളെ നമ്മൾ മുൻവിധിയോടുകൂടി ഈ ബിസിനസ് അവസരത്തിൽ കാണാൻ പാടില്ല. അതുപോലെ തന്നെ ചില സമയത്തുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും എന്തായാലും അവരൊക്കെ ഞാനെല്ലാം ശരിയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷെ വന്ന ആൾക്കാർ അവര് ശരിയില്ല ഇവര് ശരിയില്ല എന്നുള്ളതിലേക്ക് വിചാരിക്കും. കാരണം നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിക്കൂടാകില്ല. അപ്പൊ നമ്മളാണ് ശരി എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും വാശി പിടിക്കരുത്. അതിന്റെ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ടീമിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് പറയുമ്പോൾ സത്യത്തിൽ നമ്മളതായിരിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വാശി പിടിക്കുന്ന സംഗതി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ടീമിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അനിൽ സാർ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ ശീലിക്കുക. കാരണം നമുക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ ടീമിലേക്ക് ഇത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല സ്വാഭാവികമായിട്ടും. അതെന്ന് വെച്ചാൽ അത് ഓരോരുത്തരെ ആ ക്യാരക്ടറിനനുസരിച്ചാണ്. പക്ഷെ നമ്മൾ പരമാവധി നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ശീലിച്ച് നമ്മളെ ശീലങ്ങൾ മാറ്റി കൊണ്ടുവരിക. കാരണം നമുക്ക് മറ്റുള്ള ടീമിന്റെ അംഗങ്ങളോട് മുഴുവൻ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് മനസ്സിലാവുക കൂടി വേണം. കാരണം അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വളരെ സ്വന്തം വീട്ടിലെ ഒരു പരിപാടി പോലെ, അല്ലെ വീട്ടിലുള്ള ഒരു
ദുഃഖമായാലും സന്തോഷമായാലും വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലേക്ക് അവരെ ഉൾക്കൊണ്ടുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ശീലിക്കാനുള്ളതാണ്. പിന്നെ ഏത് രീതിയിലേക്കും നമ്മൾ ഇങ്ങനെ ക്ഷമിക്കാൻ പഠിക്കാം. അതായത് പല രീതിയിലേക്കുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ഈ ബിസിനസ് അവസരത്തിൽ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളോ അറിയാതെ ചെയ്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ക്ഷമിക്കാൻ പഠിക്കും. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ക്ഷമ പറഞ്ഞിട്ട് അത് തിരുത്താനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊടുക്കും. അതൊക്കെ ക്ഷമിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയം കൈവരിക്കണമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഇൻഡസ്ട്രിയിൽ വളരെ പെട്ടെന്ന് വിജയിക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് പല ടീമിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇത് വാക്ക് പാലിക്കാൻ. വാക്ക് പാലിക്കാന്ന് വെച്ചാൽ അത് നമ്മൾ വെറും വാക്ക് പറയാതിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് പറയാല്ല, പൊതുവെ പല സ്ഥലത്തും കാണപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഓരോരോ ഈ ബിസിനസ് അവസരത്തിന്റെ പ്രൊമോഷൻ പരിപാടിയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കോണ്ടസ്റ്റുകളും മറ്റും വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ പറയുന്ന സമയത്ത് വെച്ച സംഗതികൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതായത് ഒരു ചെറിയ വാഗ്ദാനങ്ങൾ നൽകും, നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ, അങ്ങനെ ഗിഫ്റ്റുകൾക്കൊക്കെ നമ്മൾ ഓഫർ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അതാത് സമയത്ത് വൈകാതെ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ ടൂർ കോണ്ടസ്റ്റ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ രീതിയിലേക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആണ് ടീം ഡെവലപ്പ്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രവണത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. കാരണം ടീം ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ അതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എത്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര കഴിവില്ലാത്ത വ്യക്തികളായാലും ഈ ഒരു ബിസിനസ് അവസരത്തിൽ വന്ന് റാങ്ക് നേടി കഴിഞ്ഞു വെച്ചാൽ അവര് നമ്മളെക്കാട്ടും പ്രായം കുറഞ്ഞ ആളാണോ കൂടുതലാണോ എന്നൊന്നും പ്രശ്നമല്ല. നമ്മൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് അതൊരു ശീലാക്കി മാറ്റുക. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനൊക്കെ നല്ലൊരു റോൾ മോഡൽ തന്നെയാണ് നിങ്ങളുടെ ലീഡറായ അനിൽ സാറ്. എല്ലാവരോടും വളരെ ബഹുമാനത്തോടു കൂടിയാണ്, എത്ര പ്രായം കുറഞ്ഞ ആൾക്കാരായാലും അവരോട് നല്ല ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. അതിപ്പോ അദ്ദേഹത്തിനൊക്കെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മളതായ പല ഇഷ്ടങ്ങളും ഉണ്ടാവും. അതായത് നമുക്ക് ഇത്രയും കാലം ശീലിച്ചു പോകുന്ന 10, 35, 40 വയസ്സായ ആൾക്കാരൊക്കെ സംബന്ധിച്ച് ഇത്രയും കാലങ്ങൾ ഉണ്ടാക്കിയ കുറെ ശീലങ്ങൾ ഉണ്ടാവും. അത് ചില സമയങ്ങളിൽ നമ്മളെ ടീമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചിലർ മാറ്റി വെക്കണം. നമ്മളതായ ശീലങ്ങൾ മാറ്റി ടീമിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ് നമ്മളെ ശീലങ്ങൾ. കാരണം നമുക്ക് ഇത്ര കാലം പിന്തുടർന്നു പോകുന്ന നമ്മളെ ലൈഫ് ടൈമിൽ ഇങ്ങനെ ശീലിച്ചു പോയ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. അതായത് അത് മാറ്റി വെക്കുക. അങ്ങനെ മാറ്റപ്പെടുമ്പോഴാണ് ടീം എന്നുള്ളതിലേക്ക് നമുക്ക് സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. ഇനി അടുത്തതായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായി ചെയ്താൽ ജീവിതത്തിൽ അല്ല, ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഓരോരോ വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ശരിക്കുള്ള കഴിവിന്റെ ഒരു 20% പോലും നമ്മൾ പുറത്തെടുക്കുന്നില്ല. അപ്പൊ 20% പുറത്തെടുക്കാൻ പറ്റി കഴിഞ്ഞു വെച്ചാൽ ലോകത്തിന്റെ കീഴടക്കാൻ പറ്റുന്നതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് നമ്മളെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു 10%, 5% എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പൊതുവെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളുടെ ടീമിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് വിൽക്കാൻ വളരെ താല്പര്യമാണ്. നല്ല റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിലേക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം കണ്ടെത്താത്ത കുറെ ഈ ഒരു പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. കമ്പനി പറയുന്നതാണ് യൂസ് ദി പ്രോഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദി അതേഴ്സ്. നമ്മളെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഓരോരോ വ്യക്തികളും സ്വയം ഉപയോഗിച്ചിട്ട് നമ്മളെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ ശരീരം ശ്രദ്ധിച്ചിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ബിസിനസ് പെട്ടെന്ന് ഡെവലപ്പ് ആവും. കാരണം ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച ആൾക്ക് അത് 100% കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പല ആൾക്കാരൊന്നും കാണുന്നത് വെച്ചാൽ ഏതെങ്കിലും 1-2 പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളത് മുഴുവൻ വാങ്ങിയ സാധനം എങ്ങനെങ്കിലും വിറ്റിട്ട് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിൽ സെയിൽസ് നടത്തുകയാൽ ഒന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരം
നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ എത്ര കാശ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ലാസ്റ്റില് നമ്മളെല്ലാം ഈ BOP യിൽ പറയുന്നത് പോലെ തന്നെ ഈ സമ്പാദിച്ച കാശ് മുഴുവൻ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ സൗഹൃദങ്ങള് നമുക്ക് പല രീതിയിലേക്കുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവും. ഏത് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിയാലും നമുക്ക് സൗഹൃദങ്ങൾക്ക് യാതൊരു വിധ കുറവുണ്ടാവില്ല. പക്ഷെ നമ്മളെ നന്മ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് മാറണം. ഈ ബിസിനസ്സിൽ വരുന്നതിന്റെ മുമ്പ് നമുക്ക് പല രീതിയിലേക്കുള്ള സൗഹൃദ വലയങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുക. അല്ലാത്ത രീതിയിലേക്ക്, അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് നടക്കുന്ന, സമൂഹത്തിൽ കാണുന്ന ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ നേരത്തെ നമുക്കുണ്ടാവും. പക്ഷെ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള സൗഹൃദങ്ങൾ മാത്രം എടുക്കുക. ഈ എന്നാണ് പറയാനുള്ളത്. പിന്നെ